കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തുല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങൾ സമഗ്രമായി പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് G2R. അതുകൊണ്ടാണ് ഈ പേര് അതിനെ ഇട്ടിരിക്കുന്നത്. ആ വിഷയങ്ങളെ സമാഹരിച്ച് പഴയ പുതിയ നിയമ പുസ്തകങ്ങളിലുള്ള പൗരോഹിത്യങ്ങളെ ഒന്നാക്കി ക്രോഡീകരിച്ച് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവസഭയെ അഭിസംബോധന ചെയ്ത് രാജകീയ പുരോഹിതവർഗം ആകുന്നു നാം എന്ന് പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഈ പഠന പരമ്പര തുടരുന്നത്. ഇതിൽ ദൈവമക്കൾ മനസ്സിൽ ആക്കേണ്ട അത്യാവശ്യമായ ചില വിഷയങ്ങൾ ദൈവസഭയ്ക്ക്, പഴയ നിയമ ഇസ്രായേൽ സഭയ്ക്ക്, ആരംഭം മുതൽ ഇസ്രായേൽ ജനങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന സത്യാരാധനക്കാർക്ക് ആദാം മുതൽ എല്ലാവർക്കും ദോഷവും ശത്രുതയും വരുത്തി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ പിശാചിൻ്റെ തന്ത്രത്തെക്കുറിച്ച് ദൈവകുഞ്ഞുങ്ങൾ ഗ്രഹിക്കേണ്ടത് ആവശ്യം. പിശാചിന് സ്ഥിരമായ വ്യക്തിത്വം, രൂപം ഇല്ല. ഇവൻ അപ്പോഴപ്പോഴുള്ള സൗകര്യാർത്ഥം വേഷം, രൂപം, ഭാവം, ഭാഷ, ഒരിക്കൽ കൂടെ വേഷം, രൂപം, ഭാഷ, ഭാവം എന്നിവയ്ക്ക് മാറ്റം വരുത്തും. ഇവൻ ഒരു കാലത്തും ഒരിടത്തും സ്ഥിരമായ വാസം ഇല്ല. ആകയാൽ അവൻ ഊടാടി സഞ്ചരിക്കുന്നു, ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-2 അവൻ ഭോഷ്കിൻ്റെ അപ്പനുമാണ്. എന്നാൽ അവൻ്റെ ഹൃദയവിചാരം ആരംഭം തൊട്ടറിഞ്ഞ് ശിക്ഷയ്ക്ക് വിധിച്ച ദൈവത്തിൻ്റെ മുൻപിൽ അവനുള്ളതുള്ളതുപോലെ പറഞ്ഞു, എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവൻ പറയപ്പെട്ടിട്ടുള്ള സത്യത്തിൽ ഏക സത്യം അത് മാത്രമാണ്. ദൈവത്തിൻ്റെ മുൻപാകെ മാത്രമാണ് അവൻ ആ സത്യം പറഞ്ഞത്. ഇന്നും അവൻ അത് തുടരുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഇവൻ്റെ ലക്ഷ്യം ആദാമിനെ വിഴുങ്ങിയതുപോലെ, പാപത്തിലാക്കിയതുപോലെ, മരണത്തിന് അധീനനാക്കിയതുപോലെ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന ദൈവമക്കളെയും പാപത്താൽ വശീകരിച്ച് വിഴുങ്ങേണ്ടതിനു വേണ്ടി സിംഹത്തിൻ്റെ രൂപം ധരിച്ചുകൊണ്ടവൻ നടക്കുന്നു. ഇവൻ്റെ ഏക ലക്ഷ്യം വിശുദ്ധന്മാരെ ദോഷങ്ങളാൽ പരീക്ഷിച്ച് വീഴിക്കുക എന്നുള്ളത് തന്നെ. ആദാം എന്ന ആദ്യ മനുഷ്യനെ ഉപായത്താൽ വഞ്ചിച്ച് ദൈവത്തിൽ നിന്നും അകറ്റി ശാപം, മരണം എന്നിവയ്ക്ക് വിധേയനാക്കി തീർത്തു. അതേ ലക്ഷ്യത്തോടു കൂടിയാകുന്നു പിശാച് അവസാനത്തെ ആദാമായ ദൈവപുത്രനെയും. വാക്യം വായിക്കുക. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 15-ാം അധ്യായം 45-ാമത്തെ വാക്യം. ദൈവപുത്രനെയും സമീപിച്ചതെന്ന് വിസ്മരിച്ചുകൂടാ. 1-ാമത്തെ മനുഷ്യനായിരുന്ന സാക്ഷാൽ ആദാമിനെയും അവസാനത്തെ ആദാമായ ദൈവപുത്രനെയും പരീക്ഷിച്ച സാത്താൻ്റെ ഉപായങ്ങൾ, അല്പമായി അവൻ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാമാണ് എന്ന് വളരെ സംക്ഷിപ്തമായി ശ്രദ്ധിക്കുക. 1-ാമത്തെ ആദാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വീഴിച്ച ഉപായവും വീണ ചരിത്രവും അവിടെ കാണാം. സാത്താൻ്റെ ഉപായം. സാത്താൻ പാമ്പിൽ പ്രവേശിക്കുന്നു. എല്ലായിടത്തും പിശാചിന് സ്ഥാനമില്ല, പ്രവേശിക്കുകയില്ല. വീഴ്ത്തുവാൻ പ്രവേശിക്കുവാൻ സാഹചര്യമുള്ള സ്ഥലത്താണ് പ്രവേശിക്കുന്നത്. അത് പുതിയ നിയമസഭയ്ക്ക് ഒരു പാഠമായിരിക്കട്ടെ. സാത്താന് ലേശം പോലും ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താൽ അവൻ നശിപ്പിക്കും. അവൻ എല്ലാ കാട്ടുജന്തുക്കളെക്കാട്ടിലും കൗശമേറിയവൻ ആയിരുന്നു. സബ്റ്റിൽ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എങ്കിലും കറ്റാസോഫിസോമായി, ഒരിക്കൽ കൂടെ പറയാം, കറ്റാസോഫിസോമായി, ടു ഡീൽ സബ്റ്റിലി, കൗശലബുദ്ധി, ഉപായബുദ്ധി ഉപയോഗിക്കുവാൻ നിപുണൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ എന്ത് ചെയ്യുന്നു?
സംശയമുദിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് ചോദ്യകർത്താവാണവൻ. ദൈവവചനത്തിൽ സ്ഥിരമായി വിശ്വസിക്കുകയും അടിസ്ഥാനപ്പെട്ടും ഇരിക്കുന്ന ദൈവവിശ്വാസികളുടെ അടുക്കൽ വന്ന് സംശയം ഉദിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒക്കെ കരുക്കൾ നീക്കിയാൽ ഉടനെ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ചോദിക്കുന്ന വ്യക്തി ദൈവത്തിൽ നിന്നുള്ളവനല്ല, ഉപായിയായ പിശാചിൽ നിന്നുള്ളവനാണ്. ചോദിച്ച ചോദ്യം കേൾക്കുക. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 3:1. അവിടെ ഉത്തരം കൊടുക്കേണ്ടത് ആദാമാണ്. കാരണം മനുഷ്യ ശരീരത്തിൽ സംസാരിക്കുന്ന ഏക അവയവം അധരമാണ്, വായാണ്. അത് തലയിലാണ് വെച്ചിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ പുരുഷൻ തലയെന്ന പുരുഷൻ്റെ ശരീരം സ്ത്രീ. ഇവിടെ പറ്റിയ അബദ്ധം, തലയാകുന്ന ആദാം ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ദൈവം എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, നടുക്ക് നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉത്തരം നിർത്തുമായിരുന്നു. എന്നാൽ സ്ത്രീ കൊടുത്ത ഉത്തരം, അവൾ ബലഹീനപാത്രമാണ് പോലും. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അധ്യായം 2:9. വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഈ ഉത്തരത്തിൽ നിന്നും ഇവരെ ഈ കുടുംബത്തെ അനായാസേന വീഴ്ത്തുവാൻ സാധിക്കും എന്ന് ഉപായിയായ പിശാചിന് മനസ്സിലായി. കാരണം ദൈവത്തിൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നീ ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നവന് ദൈവത്തിൻ്റെ നഗരമായ സിയോനിൽ സ്ഥാനമുണ്ടാകുകയില്ല, അവകാശമുണ്ടാകുകയില്ല എന്നുള്ള അടിസ്ഥാന തത്വം ഈ കാലത്തുമുള്ള ഏവരും അറിഞ്ഞാൽ നല്ലത്. ദൈവം കൽപ്പിച്ചത് മാത്രം അരുളി ചെയ്യുക, ദൈവം പറഞ്ഞത് മാത്രം ചെയ്യുക. അവൻ ചോദിച്ച ആ ചോദ്യത്തിന് അവൾ കൊടുത്ത ഉത്തരം കേട്ട മാത്രയിൽ അവരെ അനായാസേന വഞ്ചിക്കാം എന്ന് ഉപായിയും വഞ്ചകനുമായ സർപ്പശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട വഞ്ചകനായ പിശാചിന് മനസ്സിലായി. കാരണം അവൾ പറഞ്ഞ ഉത്തരം ദൈവം അവളുടെ ഭർത്താവായ ആദാമിനോട് അരുളി ചെയ്തതും ആദാം തുടർമാനമായി അവളോട് പറഞ്ഞ തിരുവചനവും അല്ല. കാരണം ഭാര്യ ഭർത്താക്കന്മാരല്ലേ, തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന സന്ദർഭത്തിൽ കാണുവാൻ നല്ലതും തിന്മാൻ രുചിയുള്ളതുമായ ഈ വൃക്ഷത്തിൻ്റെ ഫലം എന്തുകൊണ്ട് തിന്നുകൂടാ എന്ന ഭർത്താവിനോട് ചോദിച്ചപ്പോൾ അത് തിന്നരുത്, ദൈവം തമ്പുരാൻ കൽപ്പിച്ചിട്ടുള്ളത് വ്യവസ്ഥ അതേപടി പല തവണ ആദാം ഹവ്വയോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ പിന്നെ നടന്നത് എന്താണ്? തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് പോലും. ദൈവം ആദാമിനോട് അരുളി ചെയ്തത് ശ്രദ്ധിക്കണം, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, ഇഷ്ടം പോലെ യഥേഷ്ടം ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാണ് ദൈവകൽപ്പന. എന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ള വിഷയം ഹവ്വ വഞ്ചകനോട് പറഞ്ഞില്ല. എന്നാൽ ദൈവം ആദാമിനോട് പറഞ്ഞ ആ കൽപ്പന പിശാചിന് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, തിന്ന്, നിങ്ങൾ മരിക്കയില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ അവനും കൂട്ടിച്ചേർത്തു. പിശാച് കൂട്ടിച്ചേർക്കലിൻ്റെ വക്താവാണ്, ഉള്ളത് പറയുന്നവൻ അല്ല എന്ന് ഗ്രഹിക്കണം. ഇന്നത്തെ ലോകമെമ്പാടുമുള്ള വചന ശുശ്രൂഷക്കാർ മുഴുവൻ ചെയ്യുന്നത് അത് തന്നെയല്ലേ? ദൈവവചനത്തിലില്ലാത്തത് മുഴുവൻ പറയുന്നു, ഉള്ളത് മുഴുവൻ പറയുന്നും ഇല്ല. അവർ കൂട്ടുന്നു, അവർ കുറയ്ക്കുന്നു. അവർ കൂട്ടേണ്ടതിനെ കൂട്ടുന്നില്ല, കുറയ്ക്കേണ്ടതിനെ കുറയ്ക്കുന്നില്ല. വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ നിങ്ങൾ ജീവിക്കണം. ദൈവവചനവുമായി ഇടപെടുന്നവർ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയം, നമ്മുടെ കടമ കേവലം ഒരു അഞ്ചൽക്കാരുടേതു മാത്രമാണ്. എഴുതപ്പെട്ട ഒരു കത്ത് കെട്ടിയടച്ച് മുദ്രയിട്ട് അഞ്ചൽക്കാരൻ്റെ കയ്യിൽ എഴുത്തുകാരൻ കൊടുക്കുന്നു.
അത് കൈപ്പറ്റി മേൽവിലാസക്കാരനെ, അതായത് അഡ്രസ്സിയെ ഏൽപ്പിക്കുക, ഹാൻഡ് ഓവർ ചെയ്യുക മാത്രം ചെയ്യാവൂ. അത് തുറക്കുകയോ അതിനോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. അത് പൊട്ടിക്കരുത്, അതിൽ കൂട്ടുചേർക്കരുത്, അതിൽ നിന്നൊട്ടും കുറയ്ക്കരുത്. അത് കുറ്റകരവും ശിക്ഷാർഹവുമല്ലേ? തിരുവചന ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ഉപദേശങ്ങൾ കൂടെ ഈ തരുണത്തിൽ ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞതാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അഥവാ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ആവർത്തന പുസ്തകം 2-3 വാക്യം. ആരാധനാ ഗോത്രമായി പഴയ നിയമ ലേവി ഗോത്രക്കാർ മരുഭൂമിയിൽ വന്ന് തമ്പടിച്ച് സമാഗമന കൂടാരമെന്ന ദൈവത്തിൻ്റെ ആലയത്തിന് ചുറ്റും ഗോത്രമായി പാർക്കുന്ന സന്ദർഭത്തിൽ പാപകരമായി യാതൊരുവിധമായ വിഷയങ്ങളും ചെയ്യുവാനോ കാണുവാനോ പ്രവർത്തിപ്പാനോ സാധിക്കാത്ത അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന ശേഷം ദൈവം അവരോട് പറയുകയാണ്, രണ്ടാമത്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ. അതോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യരുത്. ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. ആവർത്തന പുസ്തകം 13 1-4 വരെയുള്ള വാക്യങ്ങൾ. തീരുന്നില്ല, അടുത്ത കൽപ്പന കേൾക്കുക. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. ഇനി നിങ്ങൾ ശുദ്ധി ചെയ്യാനൊന്നും ഇറങ്ങണ്ട. നിങ്ങൾ ഇനിയും പുതിയതായിട്ട് ശുദ്ധീകരണശാലകളൊന്നും ദൈവത്തിൻ്റെ വചനത്തോട് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കേൾക്കുന്ന ജനത്തിന് ഭാരം കുറയ്ക്കാൻ നടക്കണ്ട. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം പരിചയാകുന്നു. ദൈവത്തിൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്. ദൈവം നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. സദൃശവാക്യങ്ങൾ 30 5-6 ആഗൂര് പറയുന്ന വചനങ്ങളാണ്. തീർന്നില്ല, തുടരുന്നു. എൻ്റെ ദാസനായ മോശയെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണ ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക മാത്രം ചെയ്യുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. യോശുവയുടെ പുസ്തകം 1 വാക്യം. 40 വർഷങ്ങളുടെ മരുഭൂവാസം കഴിഞ്ഞിട്ട് യോർദാൻ നദിയുടെ തീരത്ത് വന്ന് വാഗ്ദത്തദേശത്തേക്ക് കടക്കുവാൻ പോകുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞ കൽപ്പനയാണ്. നേരത്തെ കണ്ടത് മരുഭൂമിവാസത്തിൻ്റെ ആരംഭത്തിലും ഇപ്പോൾ കേട്ടത് മരുഭൂമിവാസത്തിൻ്റെ അവസാനവും. ആദ്യം കേട്ടത് കുലത്തിൻ്റെ ആരംഭ ശുശ്രൂഷയിലും ഇപ്പോൾ ആ ആരാധനാകുലത്തിൻ്റെ അവസാനത്തെ സന്ദർഭത്തിലും. ശ്രദ്ധിക്കുക ചില വാക്യങ്ങൾ കൂടി. വിശുദ്ധ വേദ പുസ്തകത്തിലെ അവസാനത്തെ പുസ്തകം, 66 പുസ്തകം, രാജകീയ പൗരോഹിത്യത്തിന് നൽകിയിരിക്കുന്ന വിശിഷ്ട ഗ്രന്ഥം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവരോടും ഞാൻ സാക്ഷീകരിക്കുന്നെന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. ഇതൊരു മുന്നറിയിപ്പാണ്. ഇറ്റ്സ് എ വാർണിംഗ്. ഈ പ്രവാചക പുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും. വെളിപ്പാട് പുസ്തകം 2:9, 3:22, 24. വെളിപ്പാട് പുസ്തകം 2 7, 22:2-14 നീക്കിക്കളഞ്ഞാൽ കൂട്ടിയാൽ ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള ഓഹരി, പങ്ക്, അവകാശം ദൈവം നീക്കിക്കളയും. ജാഗ്രതയോടുകൂടെ ഇരിക്കുക. മുകളിൽ നാം കണ്ട ദൈവവചനത്തെ അടിസ്ഥാനമാക്കി പരീക്ഷകനായ സാത്താൻ സർപ്പത്തിൽ പ്രവേശിച്ച് ഹവ്വയുടെ അടുക്കൽ വന്നു. പരീക്ഷിച്ച് ചോദിച്ച ചോദ്യത്തിന് ശ്രദ്ധിക്കുക. ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഹാസ് ഗോഡ് റിയലി ആൻഡ് ട്രൂലി കമാൻഡഡ് യു? സംശയം ഉദിപ്പിക്കുന്ന ചോദ്യം. ഉത്തരമായി അവൾ കൊടുത്ത ഉത്തരം നാം കണ്ടതാണ്, കേട്ടതാണ്, വായിക്കുന്നതാണ്. എന്നാൽ ഒരിക്കൽ കൂടെ ശ്രവിച്ച മാത്രയിൽ അവളെ അനുസരണക്കേടിലേക്കും
പാപത്തിലേക്കും വീഴ്ത്താം എന്ന് അവന് മനസ്സിലായി. അതിർ കടന്നു പോകുന്ന ഉപദേശം കൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവന് ദൈവമില്ല എന്നുള്ളത് മനസ്സിലാക്കി അവനിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. കാരണം അവൻ ദാനിയേൽ പ്രവാചകനിലും ജ്ഞാനിയാണ്. യെഹെസ്കേൽ പ്രവചനം 28:3. അവർ കൊടുത്ത ഉത്തരം ദൈവനിർദ്ദേശത്തോട് കൂട്ടിയായിരുന്നു. തൊടുകയും അരുതുപോലും. ഞാൻ ചോദിക്കട്ടെ, തിന്നരുതെങ്കിൽ പിന്നെന്തിന് തൊടണം? ഭക്ഷിക്കരുതെങ്കിൽ പിന്നെന്തിന് രുചി നോക്കണം? ദൈവം കൽപ്പിച്ച കൽപ്പനയിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഫ്രൂട്ടിന് കൊടുത്തിരിക്കുന്ന പദം ഒപ്പോറ എന്നാണ്. OPORA. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അത് തിന്നരുത്. ഒപ്പോറ എന്ന ഫലം നിങ്ങൾ തിന്നരുത് എന്ന് മാത്രമത്രേ. തിന്ന് കൊള്ളുവാൻ അനുവദിച്ചിട്ടില്ലാത്ത ഫലം തിന്നരുത്. തിന്നുവാൻ അനുവദിച്ച ഫലം തിന്നണം. ഈ തിന്നുവാൻ അനുവദിച്ചിട്ടില്ലാത്ത ഫലത്തിന് ഒത്തിരി വിശേഷതകളുണ്ട് കേട്ടോ. തിന്മാനും കാൺമാനും ജ്ഞാനം പ്രാപിപ്പാനും തക്കവണ്ണം എത്ര ഭംഗിയുണ്ടെന്നൊക്കെ തോന്നിക്കും. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കാൺമാൻ നല്ലതും രൂപഗുണമുള്ളതുമായി തോന്നുന്ന ഒരു വസ്തുവും ദൈവമക്കൾ തിന്നരുത്. അത് പറിക്കരുത്, അത് വാങ്ങരുത്, അത് വഹിക്കരുത്, അത് തിന്നരുത്, അത് രുചിക്കരുത് എന്ന് മറന്നു പോകരുത്. അനുവദനീയമല്ലാത്ത സ്ഥലത്ത് എന്തിനു പോകണം? അരുതാത്ത സ്ഥലത്ത് എന്തിനു നിൽക്കണം? പോയാൽ എന്താണ് പരിണതഫലം? തിന്നാൽ എന്താണ് ദോഷം? എന്നിത്യാദി കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. ഇതേ അടവ് തന്നെയല്ലേ അവസാനത്തെ ആദാമായ ദൈവപുത്രന്റെ അടുക്കലും അവൻ വന്നു പ്രയോഗിച്ചത്? ഇത് ദൈവദാസനായിരുന്ന ദാനിയേലിൽ ജ്ഞാനിയെങ്കിൽ സാത്താൻ പരീക്ഷണാർത്ഥം സമീപിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നസറേത്തിൽ നിന്നുള്ള യേശു, ദാനിയേൽ ആദിയായ സകല പ്രവാചന്മാർക്കും ജ്ഞാനം കൊടുത്ത സർവജ്ഞാനിയായ ദൈവം ജഡം സ്വീകരിച്ചു ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടവനാണെന്ന് സാത്താൻ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവൻ സർവജ്ഞാനം നിറഞ്ഞവനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാകുന്നുവെന്ന സത്യം ഇവൻ ഗ്രഹിച്ചില്ല. അതുകൊണ്ടാകുന്നു ഇവൻ ദൈവപുത്രന്റെ അടുക്കൽ പരീക്ഷണാർത്ഥം വന്നത്. നോക്കുക, സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് വളരെ വ്യക്തമായി മുൻകൂട്ടി ഉപദേശങ്ങൾ വിവരിച്ച ശേഷം വിശുദ്ധ പൗലോസ് ചോദിക്കുന്നുണ്ട്. ദൈവപുത്രന്റെ അടുക്കൽ അവൻ പ്രയോഗിച്ച തന്ത്രങ്ങൾ എന്തെല്ലാം ആകുന്നു എന്നുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. കർത്താവേ, നന്ദിയോടുകൂടെ സ്തോത്രം. സാത്താൻ്റെ പരീക്ഷണശാലയായി ഞങ്ങളുടെ കുടുംബങ്ങൾ, സഭകൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ എന്നിവ മാറാതെ സ്ഥിരമനസ്സ് ഉള്ളവരായി ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. അതിനുവേണ്ടി ശ്രോതാക്കളായ ദൈവമക്കളെ തിരുക്കരത്തിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.